നമ്മുടെ വീടുകളിൽ പലപ്പോഴും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അമ്മ പറയും, ഇനി എൻ്റെ അടുത്ത് ആരും ഒന്നും ചോദിക്കരുത്, എനിക്ക് ഒട്ടും വയ്യ എന്നുള്ള പോലെ. അതിന് മറുപടിയായി അപ്പുറത്തെ സൈഡിലിരുന്ന് വരികയും ചെയ്യും, അതിന് മാത്രം നീ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇത്ര ക്ഷീണം എന്നുള്ളതുപോലെ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും അവർ മെൻ്റലി പ്രിപ്പറേഷൻസ്. എന്തുണ്ടാക്കും, പോകുന്നതിന് മുന്നേ ഹസ്ബൻഡിന് ലഞ്ച് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, ഉച്ചയ്ക്കത്തെ കറി എന്താണ്, പിള്ളേരുടെ ഡ്രസ്സ് അയേൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ, കറക്റ്റ് സമയത്ത് ജോലിക്ക് പോകാൻ പറ്റുമോ, 9 മണിയായി 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അതേപോലെ തന്നെ അവരുടെ ജോബിലും അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകുമായിരിക്കാം. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ദേ ആർ സോ എക്സോസ്റ്റഡ്, ഫിസിക്കലി അല്ല മെൻ്റലി. ഇതിനെയാണ് നമ്മൾ മെൻ്റൽ ലോഡ് എന്ന് പറയുന്നത്. ഐ ആം മനീഷ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഒപ്പം. എന്താണ് മെൻ്റൽ ലോഡ്? മെൻ്റൽ ലോഡ് ഈസ് നോട്ട് അബൌട്ട് ദ ചോഴ്സ്. അതായത് നമ്മൾ എടുക്കുന്ന പണിയല്ല മെൻ്റൽ ലോഡ്. ഇപ്പം പാത്രം കഴുകുന്നതോ ഫുഡ് ഉണ്ടാക്കുന്നതോ അത് നമ്മൾ എക്സോസ്റ്റഡ് ആക്കില്ല. പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, തിങ്കിങ്, ഇത് മൂന്നുമാണ് ഇത് എക്സോസ്റ്റഡ് ആക്കുന്നത്. അതായത് ഫ്രിഡ്ജ് ലോക്ക് ചെയ്തിട്ടുണ്ടോ, വാതിൽ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഡ്രസ്സ് അയലിരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടോ, അയേൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അടിച്ചു വാരിയോ, തുണി കഴുകിയോ എന്ന കൈൻഡ് ഓഫ് എപ്പോഴും ആലോചിച്ചു കൊണ്ടേയിരിക്കുവാണ്. ഡിസിഷൻ മേക്കിങ്ങും അതേപോലെ തന്നെ. ഞാൻ ഇന്ന് അവിടെ അതാണ് ചെയ്യേണ്ടത്, ഇന്നേ കാര്യമാണ് ചെയ്യേണ്ടത്. ഇതാണ് ആക്ച്വലി നമ്മൾ എക്സോസ്റ്റഡ് ആക്കുന്നത്. പക്ഷേ ഇവിടെ വീട്ടിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കോൺവെർസേഷനിൽ എപ്പോഴും ഹസ്ബൻഡ് പറയാം, നീ എന്തിനാ എല്ലാ പണിയും എടുക്കണേ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അപ്പോഴും വിമൻ ആലോചിക്കുന്നത്, ഇവർക്ക് ഞാൻ എന്ത് പണിയാണ് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്നേ ടാസ്ക് ആൾക്ക് അസൈൻ ചെയ്യാം, എന്നിട്ട് ബാക്കി ഞാൻ എടുക്കാം. അവിടെയും തിങ്കിങ് കോൺസ്റ്റൻ്റ്ലി നടക്കുന്നുണ്ട്. ഇതിനെയാണ് ആക്ച്വലി മെൻ്റൽ ലോഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യണത്? വൈ ഡസ് വിമൻ ഫീൽ എക്സോസ്റ്റഡ് അല്ലെങ്കിൽ വിമൻ ഫീൽ മെൻ്റൽ ലോഡ്? ഇവിടെ കാരണങ്ങൾ കുറേയുണ്ട്. ഒന്നാമത്തത് ജെൻഡർ റോൾസ് ആണ്. കുഞ്ഞിലേ നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്ത് വളർന്ന രീതി. പൊതുവേ നമ്മളെ ഗേൾസും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാവരും കണ്ടു വളരുന്നത് അമ്മയെല്ലാം മാനേജ് ചെയ്യണ കാര്യമാണ്. അമ്മ എല്ലാ കാര്യങ്ങളും, ഹൗസ് ഹോൾഡുള്ള എല്ലാ ചോഴ്സും അമ്മയാണ് ചെയ്യണത്. പക്ഷേ അത് കണ്ട് വളരുന്നത് കൊണ്ട് തന്നെ ഞാനാണിത് ചെയ്യേണ്ടത്, ഞാനാണ് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ പാരൻസ് പറയാറുണ്ട്, അടിച്ചു വാര്. സോ അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതെൻ്റെ ടാസ്ക്കാണ് എന്നുള്ളൊരു ഓർമ്മ വളർന്നു വരികയാണ്. രണ്ടാമത്തെ പോയിന്റ്, ഡിഫോൾട്ട് പാരൻറ്റ് സിൻഡ്രോം. അതായത് ഞാനാണ് പ്രൈമറി കെയർ ടേക്കർ എന്നുള്ള റെസ്പോൺസിബിലിറ്റി സ്ത്രീകൾ അങ്ങോട്ട് എടുക്കുകയാണ്. ഇപ്പം സേ ഫോർ ആൻ എക്സാമ്പിൾ, ഒരു കുഞ്ഞിന് ഹോംവർക്ക് ഉണ്ടെന്ന് കരുതുക. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് അമ്മേനെ ആയിരിക്കും വിളിക്കുക, അമ്മയെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കാം. സോ ദാറ്റ് ഷീ ഹെർസെൽഫ് ഫീൽസ് ദാറ്റ് ഞാനാണ് എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം മേ ബി ഹസ്ബൻഡ് വന്നിട്ട് സഹായിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില വീട്ടുകളിൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ അവിടെ പോയിരുന്നോ, ഞാൻ ചെയ്തോളാം. ഷീ ഈസ് ഡൂയിങ് ഹെർസെൽഫ്. ആൾ തന്നെ ആൾക്ക് ബേർഡൻ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആളുടെ ആ ഒരു ഞാനാണ് പാരൻറ്റ് എന്നുള്ളൊരു സിൻഡ്രോം പിടിപെട്ടുന്നത് കൊണ്ടാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ബേർഡൻ ആണ്. അതായത് ഈ ചോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോ പ്ലാൻ ചെയ്യുന്നതോ മാത്രമല്ല, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതും കൂടെ ഇവർ ഏറ്റെടുക്കുന്നുണ്ട്. സേ ഫോർ ആൻ എക്സാമ്പിൾ, പാർട്ട്ണർ ഇമോഷണലി വൾണറബിൾ ആയിരിക്കുന്ന സമയത്ത് ഗേൾ ആയിരിക്കും, വിമൻ ആയിരിക്കാം തിരിച്ചങ്ങോട്ടേക്ക് പോയിട്ട് താൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കണത്, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കണത്. ഷീസ് പ്ലാനിങ്, എങ്ങനെ ചോദിക്കാം, ആളെ ഹേർട്ട് ചെയ്യാതെ എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ സ്ത്രീകൾ നമ്മളാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് പോലെ ഇവർ ചിന്തിച്ചിട്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ എക്സോഷൻ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വിമന് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ. ഇനി ഈ മെൻ്റൽ ലോഡ് എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ എഫക്റ്റ് ചെയ്യണത്? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇടയിലുള്ള റീസൺമെൻറ്റ് ഇത് കൂട്ടും, അതായത് നീരസം വളർത്തും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമൻ ഒരുപാട് രീതിയിൽ ഇങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് പാർട്ട്ണർ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പോവുകയും ഇതൊന്നും ഒരു പ്രശ്നം ഇല്ലാത്ത പോലെയൊക്കെ പെരുമാറുന്ന സമയത്ത് ഷീ വിൽ ഫീൽ അൺഅപ്രീഷിയേറ്റഡ്. അത് ആൾക്ക് പാർട്ട്ണർ അടുത്തുള്ള ഒരു കൈൻഡ് ഓഫ് നീരസം വളരുകയാണ് അവിടെ. രണ്ടാമത്തത് ഇമോഷണലി ഡിസ്റ്റൻസ് ആവും. അതായത് സ്ത്രീക്ക് പൊതുവെ എൻ്റെ അടുത്ത് സംസാരിക്കണില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊന്നും നോട്ട് ചെയ്യണില്ല എന്ന് തോന്നുന്ന സമയത്ത് പാർട്ട്ണർ അടുത്തുള്ള ആ ഒരു ഇഷ്ടവും ആ ഒരു കരുതലും അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്നേഹമൊക്കെ കുറഞ്ഞു ഡിസ്റ്റൻസ് ആയിട്ട് വരികയാണ്.
മൂന്നാമത്തത് ബേൺ ഔട്ട്. കുഞ്ഞു കാര്യങ്ങളിൽ ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ആളുടെ ഭാര്യ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയല്ലോ പറയാനുണ്ടായിരുന്നതെന്ന്. ആക്ച്വലി അത് പാത്രം കഴുകുന്ന സമയത്ത് ആൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ദേഷ്യമല്ല. കോൺസ്റ്റൻ്റ്ലി ഈ പറഞ്ഞ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്തും ആൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്തും ആരും ഇതൊന്ന് നോട്ടീസ് ചെയ്യാനോ ആളുടെ അടുത്തൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനോ ഇതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ ഒന്നും ഇല്ലയെന്ന് തോന്നുന്ന സമയത്തുള്ള ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ആണ് പുറത്തോട്ടേക്ക് വന്നത്. ദിസ് ഈസ് ഇറ്റ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഹൗ ക്യാൻ വി ആക്ച്വലി റെഡ്യൂസ് ദിസ്? അതായത് നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണ് എങ്കിൽ നമുക്കിതൊന്ന് കുറയ്ക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഒന്നാമത്തത് എക്നോളജിങ് ദ പ്രോബ്ലമാണ്. അതായത് ഇങ്ങനെയൊരു കാര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, പാർട്ട്ണർ അതിനനുസരിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. സേ ഫോർ ആൻ എക്സാമ്പിൾ, നമ്മൾ പൊതുവേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബേൺ ഔട്ടായിട്ട് സ്ത്രീകൾ ബഹളം വയ്ക്കുന്ന സമയത്ത് ആൾക്കാർ പറയുക, നിനക്കിത് പറഞ്ഞാൽ പോരെ, അതിനിപ്പോൾ എന്താ എന്നുള്ള രീതിയിലായിരിക്കും. അതിന് പകരം താൻ ഇത്രയും പ്രശ്നങ്ങളിൽ കൂടിയാണ് അല്ലെങ്കിൽ താൻ ഇത്രയും മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സാരില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം എന്നുള്ള രീതിയിൽ ആളെ എക്നോളജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരുന്നത് കാണാം. സോ ദാറ്റ് വിമൻ വിൽ ഫീൽ ദാറ്റ് ഓക്കെ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ദ റെസ്പോൺസിബിലിറ്റി. ടാസ്ക് ഷെയർ ചെയ്യുന്ന കാര്യമല്ല. അതായത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള വീടുകളിൽ കാണാൻ പറ്റാറുണ്ട്. ഭയങ്കര ഒരു നല്ല കാര്യമാണ്. മീൽസ് കംപ്ലീറ്റ്ലി പാർട്ട്ണർ ആയിരിക്കാം ചെയ്യുന്നത്, പാത്രം കഴുകുന്നതൊക്കെ സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ച്. പക്ഷേ ഇവിടെയും പ്രശ്നം എന്താ വരുന്നത് എന്ന് പറഞ്ഞാൽ മീൽസ് അവർ ചെയ്യുന്ന സമയത്തും എന്തുണ്ടാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യണത് സ്ത്രീ ആയിരിക്കും. ഇതിന് പകരം റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് മറ്റ് പാർട്ട്ണർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതായത് മീലാണ് നിങ്ങൾ എടുക്കുന്ന ടാസ്ക് എങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമുക്കുള്ളതുപോലെ എന്തൊക്കെ വാങ്ങിക്കാൻ ബാക്കിയുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഈക്വലി റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാം. സോ ഇതും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പൊതുവേ സ്ത്രീകൾ ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ ആൾ നോട്ടീസ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്നതിന് പകരം ശരിക്കും എന്താണോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അത് പറയാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ആർക്കും മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്നത് ഒരാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ മറ്റേ ആൾ എന്തായാലും ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല. സോ നമുക്ക് എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ അത് പോയിട്ട് പറയണം. എങ്ങനെയാണ് പറയേണ്ടത്? എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കിതിനെപ്പറ്റി സംസാരിച്ചാലോ, നമുക്കിത് ഈക്വലി ഫെയർ ആയിട്ട് തന്നെ ടാസ്ക് ഷെയർ ചെയ്താലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് അവിടെ കാര്യങ്ങൾ അടുത്ത രീതിയിൽ കൊണ്ടുപോകാനും നിങ്ങളുടെ ഇടയിലുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ആവാനും അത് റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നാലാമത്തത് എക്സ്പെക്റ്റേഷൻസ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാം. അതായത് എല്ലാം ഒരാൾ ചെയ്യുന്നതിന് പകരം വൈകുന്നേരം ആകുമ്പോഴോ അല്ലെങ്കിൽ സൺഡേ ഈവനിങ്സ് ഒക്കെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു വീക്കിലി കംപ്ലീറ്റ് നടക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഗ്രോസറീസ് വാങ്ങുന്നതും പാത്രം കഴുകണതും ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും ഒക്കെ പ്ലാൻ ചെയ്യാം. സോ ദാറ്റ് ഈ മിഡിൽ ഓഫ് ദ വീക്ക് ഇത് ആലോചിച്ചിട്ട് നിങ്ങളുടെ ജോലിയിലും ഹൗസിലും ഒക്കെ പ്രശ്നങ്ങൾ വരുത്തുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പും കൂടിയാണ്. സ്നേഹവും പ്രണയവും കൊണ്ട് മാത്രമല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അവിടെ ഈ പറഞ്ഞതോ അല്ല നല്ല കമ്മ്യൂണിക്കേഷനും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെയാണ് അത് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്ത്രീകളെല്ലാം ഫസ്റ്റ് നോട്ടീസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് നിർബന്ധമില്ല. അത് നമുക്ക് ഓവർവെൽമിങ് ആണ് എങ്കിൽ വി ഹാവ് ടു ടെൽ ദാറ്റ്. നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അത് പറയാൻ ശ്രമിക്കാം. സോ ദാറ്റ് അവർക്കത് മനസ്സിലാവും, അതിനനുസരിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിലും ഒരു കപ്പിൾ തെറപ്പി എടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യാം. യു ക്യാൻ ഇംപ്രൂവ് ദിസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ഇതുപോലുള്ള മോർ മെൻ്റൽ ഹെൽത്ത് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.